നമസ്കാരം. ആസ്മ ബേസിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ആസ്മയുടെ കഠിനതയനുസരിച്ച് അതിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നറിയിക്കാനാണ്. ഒന്നാമത്തെ ഗണമെന്ന് പറയുന്നത് ഈസി ടു കൺട്രോൾ, അതായത് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഗണം ഡിഫിക്കൽട്ട് ടു കൺട്രോൾ, അതായത് ചികിത്സ കൊടുത്തിരുന്നാൽ പോലും പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ്. നല്ലൊരു കൺട്രോൾ വരാത്ത ഗ്രൂപ്പാണ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗണമെന്ന് പറയുന്നത് എക്സാസർബേറ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സ കൊടുക്കുന്നു, എന്നിരുന്നാൽ പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ശ്വാസമുട്ടൽ ഉണ്ടാകുക, പലപ്പോഴും ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരിക. നാലാമത്തെ ഗണമെന്ന് പറയുന്നത് റിഫ്രാക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര ചികിത്സിച്ചു കഴിഞ്ഞാലും ഡിഫിക്കൽട്ടാണ് അവർക്കൊരു കൺട്രോൾ വരാനായിട്ട്. ഈ ഗണങ്ങൾ അറിയിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അതിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചികിത്സ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക. അറിവ് എല്ലാവർക്കും പകർന്നു കൊടുക്കുക. നന്ദി.